നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. ആ അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടും. വെറുതെ അല്ല. ഇപ്പൊ 7 ചൊവ്വ തീരാനിനി ഒരു 6 മാസം എടുക്കും. തീരാൻ ഇനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹനില. രക്ഷപ്പെടില്ല? ഇല്ല. നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നാ. ഹലോ. വീട്ടിൽ ചെന്നാലും 1 മാസം കാല് പൊന്തിച്ചെന്നെ വെക്കണം കേട്ടാ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛമ്മേ? ഉള്ള പോലെ തന്നെ ഉണ്ട്. കണ്ണ് എറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കാളും. ആര് പറഞ്ഞാലും കേൾക്കൂല മോളെ. അങ്ങനെ എന്നെ കെട്ടിട്ട് വളർത്താന്നൊന്നും ആര് കരുതണ്ട കേട്ടോ. അങ്ങനെ കെട്ടിട്ട് വളർത്താത്തോണ്ട് എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടർ കിടക്കേണ്ടി വരുന്നേ. 25,000 രൂപ ഇപ്പൊ ചെലവായ. ബാക്കിയുള്ള കൂടെ വരുന്നുണ്ട്. മോളെ നീ ഓനെ കൊണ്ട് പുറത്തേക്ക് പോയേ. ഇവിടെ ഒന്ന് 2 ആളും കൂടി കടിച്ചു കയറും. പോയ അമ്മേ ചായ കുടിക്കാൻ എടുക്കട്ടെ? എനിക്കൊരു ചായ ഒന്നും വേണ്ട. 10,500 പൊന്നെ. ഇതിലൊരു 5,000 ഉണ്ട്, എടുത്തോ. വേണ്ട. സഖാവിന് അത്രയ്ക്ക് അഭിമാനോ? ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസയാ മാഷേ. എന്റെ കയ്യിലുണ്ട്, വേണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കുവോ? എന്താ പറയും? ദിനേശ് ചേട്ടൻ ഒരു കാര്യം ചെയ്, ഒരു കണിയാനെ പോയി കാണ്. കണിയാനോ? നീ എന്ത് കെണിയൊക്കെ പറയുന്നേ? കെണിയല്ലപ്പാ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. പ്ലീസ് അനക്ക് വേണ്ടി. എൻ്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്നൊരു കണിയാൻ വന്നിട്ട് പ്രശ്നം വെച്ച് ശരിയാക്കുന്നോ? എന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ. നമുക്ക് കണിയാനെ വരുത്താം. എന്നിട്ട് പ്രശ്നം വയ്ക്കട്ടെ. അല്ല ഞാൻ എന്ത് പറയാൻ. എടാ ദിനേശ, അത്യാവശ്യമായിട്ട് ഒരു 10,000 റുപ്യാണ് JCBക്ക് കൊടുക്കാൻ. നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി. പിന്നെ അല്ലടാ, ഷാരമേനെ തല്ലിട്ട് പശു നേരെ പോയി കിണറ്റിലാണല്ലോ വീണത്. അതിനെ പൊക്കിയെടുക്കാൻ JCBക്ക് 10,000 റുപ്യേ. എൻ്റെ ഒരു സമയം തന്നെ. എൻ്റെ കയ്യിൽ 5,000 റുപ്യ ഉള്ളൂ. ഇപ്പോൾ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എടാ ചെയ്യണേ. ആ ചെയ്യാം. ചെയ്യിക്കും. എന്താടോ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ? 5,000 പറഞ്ഞില്ലേ തരാന്ന്, അത് തരുമോന്ന്? ഓ 5,000 പ്ലീസ്. അയ്യോ ഓർമ്മ കൂടെ ഉണ്ടെന്ന്. വീട് പണിക്ക് ഇഷ്ടി ഇറക്കിയതാണ്. അങ്ങനൊരു കാര്യമായി. പക്കല്ലേ? ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്താലോ. നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ. മേലൊന്ന് മുക്കി തുടച്ചു കൊടുക്കാലോ. കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി. സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാം കേട്ടാ. കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയാട്ട്? ഭയങ്കര പൈസ തന്നെയല്ലേ? ആന്ന്. ജോസ് മാഷക്ക് പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാളോ. എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തുംപിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ശരിയായിരിക്കുമോ ഇതൊക്കെ? എടാ, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു കണിയാണ്ട്. മൂപ്പരുടെ അടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട. ഗീതി അറിഞ്ഞാൽ ഈയും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. എന്ത് ചൂടാ! ഒത്തിരി പച്ചളം അതിനകത്ത്. ഇത് പൊള്ളിക്കഞ്ഞ് ഇങ്ങനെ പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകാൻ പറ്റുമോ? അയ്യോ പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെയല്ലേ? എന്നാ ഒന്ന് പോയി നോക്ക്. എൻ്റെ ഓള് പറഞ്ഞല്ലേ. ഓളങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? എന്താ എങ്ങനെയാ വെച്ചത്?
ഇതാ നോക്കി നിൽക്കാണ്ട് എടുക്കടാ. കാലൊക്കെ പൊള്ളുന്നു. ചൂട് ചൂട് ചൂട്. അയ്യോ, എൻ്റെ മോളെ. പിടിക്കില്ലേ അങ്ങോട്ടൊന്ന്. ഓൻ്റെ അമ്മേൻ്റെ ഒരു ഇഷ്ടിക. ഹലോ ആ ഹലോ മാമ ഞാനാ. ആരാ? ദിനേശനാ. ആ ദിനേശാ, എന്തല്ലേ വിശേഷം? അതെ, ഒരു കാര്യം പറയാൻ വിളിച്ച ജനാർദ്ദൻ മാമനാ. തിരക്കിലാണോ? അമേരിക്കയിലെ ഡോക്ടറാ. അമ്മ ഈ ഇടയ്ക്ക് പണിക്കരെ കാണാൻ പോയിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ തറവാട്ടില് 13 ആത്മാക്കളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അപ്പോ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാ പറയണത്. അത് നല്ല കാര്യം ദിനേശ. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ചെയ്യ്. അതല്ല മാമ, ഈ 13 പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. എന്റെ ഒന്നുമില്ല. മാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ മാമ അത് പിന്നെ ദിനേശ, തൽക്കാലം എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാം. ആ എന്നാ ശരി. അല്ല, ഒരു 10,000 കുറച്ച് മതി. ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവനെ പറഞ്ഞോടാ. ഹലോ, കേൾക്കണില്ല. റേഞ്ച് ഉണ്ടോ? ഹലോ. നടക്കൂ. കാനഡയിലൊക്കെ ഒന്ന് പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇവിടെ മല മറിക്കാം. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയുള്ളൂ. നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യട്ടോ. അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ. ഇതൊക്കെ മുക്കുകൊണ്ടായിപ്പോയി മോനെ. അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു. സാറിലടാ, എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. സുബ്രഹ്മണ്യം പുതിയടത്ത്. സുബ്രഹ്മണ്യം 200 രൂപ. 200. രാമകൃഷ്ണൻ അതിനത് വീട് പണിക്ക്. ആരുടെ? ദിനേശന്റെ. ആ രാമകൃഷ്ണൻ ധന്യ ദിവസം 500. സന്ദീപ് നല്ല പടി കിടക്കുന്നുണ്ട് 3 പേര് കൂടെ. ഒരു പെട്ടിയും കൂടെ പൊട്ടിക്കാണ്ട്. ഇല്ല. എന്തായാലും അവിടെ ഉള്ളവരൊക്കെ നോക്കിക്കോട്ടോ. ഞാൻ അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അയക്കാന്ന്. സുഗുണാനന്ദന. ഓ, എഴുത്തുമായനെ അറിയില്ല. ഇവനെ കൊണ്ട് തോറ്റു. സുഗുണാനന്ദൻ ആവന്തിക 200 രൂപ. ചായ കുടിച്ചോളിട്ടാ. ആ ചായ വന്നോ? കഴിക്കാനൊന്നുമില്ലേ? 500. ആ അച്ചപ്പണ്ട്. ഗീതാ സെബാസ്റ്റിന് 200. സെബാസ്റ്റ്യനോ? ചായ കുടിക്ക്. അതെന്താ? ഗിരി ഒരു 200 റുപ്യ മീൻകാരന് കൊടുക്കാനാ. ആ പോ. അതെ, വീട് പണിക്ക് വേണ്ടി കുരുക്കല്യാണം നടത്തിയോണ്ട് എന്റെ ഹൗസ് വാമിങ്ങിന് ഇനി 10 പൈസ കിട്ടുന്ന വിചാരിക്കണ്ട. തരാനുള്ളവരൊക്കെ തന്നിട്ടുണ്ട്. കുറെ പുതിയ ആൾക്കാരാ. എന്നെ എല്ലാരും പറ്റിക്കാണല്ലോ മോനെ. എന്താ കാര്യം? കാലിക്കവറ് ഉളുപ്പുണ്ടോ കേക്കെ? ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ? തീർക്കണ്ടല്ലോ. കാശ് തീർക്കുന്ന കാര്യമല്ല, ഇവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞേ. പൈസ തരുമ്പോ വീട് പണിയും തീരും. ആ തീർന്നാ മതി. അടുത്ത എഴുതിക്കോ. ശിവദാസൻ തൈക്കണ്ടി 100 രൂപ. ചേച്ചിയെ ആവാനത്തിലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ പൊട്ട, നീ എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പിന്നെ അത് വീട്ടിൽ തട്ടമ്പുറത്ത് കൊണ്ട് വെക്കാല്ലേ ദിനേശേട്ടൻ പറഞ്ഞേ. ദിനേശ് ചേട്ടനോ? ഇപ്പോ നീ വന്നേ. വന്നടാ, വാ. നീ വന്നേ. നീ ഇത് കൊളാക്കോ.
ആരും അറിയാണ്ട് ചെയ്താൽ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ തരുമോ? ഉഷാറായിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഇതിനടിയിൽ CPK ചിന്തമംഗലം എഴുതണം. നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോൾ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ. കറക്റ്റ് അല്ലേ? ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു. അതെപ്പോ എന്നാ പെട്ടെന്ന് എഴുത് കേട്ടാ. ശരി. ലാൽ സലാം. ലാൽ സലാം. നല്ല മുഖം അല്ലേ?